കുറച്ച് നാളുകൾക്ക് മുന്നേ കാലിക്കറ്റിലൊരു ജ്വല്ലറിക്ക് വേണ്ടി എടുത്ത വർക്കായിരുന്നു. ഈ ക്ലയൻറ്റ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ കളർ തീം ഗ്രീൻ ആയിരിക്കണം, ഒരു വെസ്റ്റേൺ ടച്ച് വീഡിയോ വേണം. ഈ വെസ്റ്റേൺ ടച്ച് വീഡിയോ എന്ന് പറയുമ്പോൾ വൈറ്റ് ഗോൾഡാണ് സാധാരണ കണ്ടുവരാറുള്ളത്. എന്നാൽ ഇവർക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് റോസ് ഗോൾഡ് ആയിരുന്നു. റോസ് ഗോൾഡ് ഒട്ടുമിക്ക വീഡിയോയിലും കണ്ടുവരുന്നത് ഒരു ട്രഡീഷണൽ മൂഡാണ്. ട്രഡീഷണൽ ആംബിയൻസ് അതിനകത്ത് കൊണ്ടുവരണം, എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവർക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് റോസ് ഗോൾഡ് ആയതുകൊണ്ട് ഒരു വെസ്റ്റേൺ ടച്ച് വീഡിയോ വേണ്ടതുകൊണ്ടും ഞങ്ങളൊരു കോസ്റ്റ്യൂം ഡിസൈനറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് എന്നിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിൽ കുറച്ച് റോസ് ഗോൾഡ്, അതായത് കുറച്ച് ഓർണമെൻറ്റ്സ് ഞങ്ങൾ ഈ ജ്വല്ലറി പോയിട്ട് തന്നെ സെലക്ട് ചെയ്തു. സാധാരണ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡെമ്മി ഓർണമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാറ്. ഈ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ കളർ ഹൈലൈറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തൊക്കെയുള്ള ഓർണമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാറ്. അങ്ങനെ പിന്നീട് ഞങ്ങളൊരു സ്റ്റുഡിയോ സെലക്ട് ചെയ്തു, കൊച്ചിയിലുള്ള ടൈനി ടേർട്ട്. ഈ സ്റ്റുഡിയോ ചൂസ് ചെയ്യാനുള്ള റീസൺ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഗ്രീൻ ചാർട്ട്, കാരണം ഒരു ഗ്രീൻ കളർ തീമാണല്ലോ. അതുകൊണ്ട് ഇവരെ യൂസ് ചെയ്തിരുന്ന കോസ്റ്റ്യൂമിൽ നെയിലോൺ ക്ലോത്ത് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ക്ലോത്ത് വേണ്ട, ഒരു ചാർട്ട് പേപ്പർ ആണെങ്കിൽ ലൈറ്റ് ഞങ്ങൾക്ക് ഒന്നുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ആ സ്റ്റുഡിയോ ചൂസ് ചെയ്തു. സ്റ്റുഡിയോ ചൂസ് ചെയ്തത് ഭാഗ്യമായി, കാരണം അവിടെ ഞങ്ങൾ കയ്യിൽ കരുതിയതിനേക്കാൾ കൂടുതൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഈ സ്റ്റുഡിയോ റെൻറ്റിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ശരിക്കും ഹെൽപ്പായി. ഇതിനകത്ത് ലൈറ്റിങ് വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു കീ ലൈറ്റ്, ഒരു ഫിൽ ലൈറ്റ്, ഒരു റിം ലൈറ്റ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. കീ ലൈറ്റ് ആയിട്ട് നന്ദു 450, ഫിൽ ലൈറ്റ് ആയിട്ട് ഗോഡക്സിൻ്റെ SL100, അതുപോലെ റിം ലൈറ്റ് ആയിട്ട് SL60. പിന്നെ ഒരു ഗോഡക്സിൻ്റെ തന്നെ ട്യൂബ് ലൈറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം റെഫറൻസ് ഡയറക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മോഡലിംഗ് സെറ്റപ്പ് ഒരു കൊറിയോഗ്രാഫി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്ക് കൊറിയോഗ്രാഫിയോ കാര്യങ്ങളോ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, ഈ റെഫറൻസ് എടുത്തതിനൊക്കെ മുകളിലായിട്ട് മോഡൽ ഞങ്ങൾക്ക് ഔട്ട് തന്നു. ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ സോണിയുടെ FX3 G Master 50mm 1.2 ലെൻസ് ആയതുകൊണ്ട് തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ ഈ വീഡിയോക്ക് ഒട്ടുനീളം ഉണ്ടായിരുന്നു. ആ ഒരു ലൈറ്റ് ഫ്ലയേഴ്സ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്, ഷൂട്ടിംഗ് ടൈമിലല്ല. പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്ററാണ് ആ ഒരു ലൈറ്റ് ഫ്ലയേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് ടോട്ടലി ആ വീഡിയോക്ക് വേറൊരു മൂഡ് തന്നെ വന്നു. പിന്നീട് അത് DI കളർ ഗ്രേഡിങ് അത്യാവശ്യം നന്നായിട്ട് വന്നു. ഓർണമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൂടുതൽ ഈ ഒരു DI സമയത്ത് അത് ചെയ്യാൻ പറ്റി. അതും ഈ വീഡിയോക്ക് വേറൊരു മൂഡ് തന്നെ തന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ സോണി ആയിക്കോട്ടെ, കാനോൺ ആയിക്കോട്ടെ, നിക്കോൺ ആയിക്കോട്ടെ, ഈവൻ ആരിയോലും ആയിക്കോട്ടെ, ഇതിലെല്ലാം ഉപരി എൻ്റെ കൂടെ എനിക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു.